യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ഷേമ ഇസ്രായേലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. യേശുവിൽ വിശ്വസിച്ച് സ്നാനമേൽക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ദൈവിക ജീവൻ വീണ്ടും മടങ്ങി വരുന്നു. ആത്മാവിൽ വീണ്ടുമുള്ള ഈ ജനനമാണ് പെന്തക്കുസ്താനുഭവം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ അഭിഷേകത്തിനായി, പുത്തനുണർവിനായി ഇന്നത്തെ ഷേമ ഇസ്രായേലിലൂടെ നമുക്കൊരുങ്ങാം. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ അനീഷ് മുണ്ടിയാനിക്കലാണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ ഷേമ ഇസ്രായേലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് മരിയ. ഞാൻ കുളമ്പളൂരിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ കുറച്ച് സ്ഥലത്തിൻ്റെ ആധാരം ഒരു കേസ് നടന്നതിൻ്റെ ഫലമായി കുറേ നാളായിട്ട് കോടതിയിലായിരുന്നു. അപ്പോൾ എല്ലാ 3 സാറ്റർഡേകളിലും ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതായിരുന്നു. ഞാനപ്പോൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. മാതാവേ, ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ആധാരം വിട്ടുകിട്ടി, സ്ഥലം സാമാന്യം നല്ല രീതിയിൽ നല്ല വിലയിൽ വിറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ നിൻ്റെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ് എന്നെ മഹത്വപ്പെടുത്തിക്കൊള്ളാമെന്ന്. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. യേശുവേ നന്ദി. മിശിഹായിൽ സ്നേഹിക്കപ്പെട്ടവരെ, പെന്തക്കൊസ്ത സമാഗതമാകുമ്പോൾ നമ്മളൊക്കെ ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയുടെ സന്നിവേശത്തിന് വേണ്ടിയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വചനം നമുക്കൊക്കെ സുപരിചിതമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. അന്ധകാരവും ശൂന്യതയും ദൈവം സൃഷ്ടിച്ച ഭൂമിയും ആകാശവും അന്ധകാരവും ശൂന്യതയും നിറഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം, അവിടെ ചലിക്കുന്നതായിട്ടൊന്നുമില്ല. എങ്കിലും വചനം പഠിപ്പിക്കുന്നു, ആദ്യത്തെ വചനത്തിൽ തന്നെ 2-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത്, ആദ്യത്തെ അധ്യായത്തിൽ 2-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത്, വെള്ളത്തിന് മീതെ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ചലിക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യം, ചലിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യം, ശക്തി നൽകുന്ന ദൈവത്തിൻ്റെ ചൈതന്യം. ആ ചൈതന്യം ദൈവം തന്നെയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. ആ ചൈതന്യമാണ് പരിശുദ്ധാത്മാവ്. ആദ്യത്തെ പെന്തക്കൊസ്തായിൽ ഈശോയുടെ അപ്പസ്തോലന്മാരും ശിഷ്യന്മാരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വീകരിച്ചത് ഇതേ ചൈതന്യമാണ്, ചലിപ്പിക്കുന്ന ചൈതന്യം. അവരുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അവരെല്ലാവരും ഭയപ്പെട്ട് സെഹിയോൻ ഊട്ടുശാലയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. പുറത്തേക്ക് ഇറങ്ങിയാൽ അവർക്ക് ജീവിതം അന്ധകാരവും ശൂന്യതയുമാണ്. ആദിയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, അതേ അന്ധകാരവും ശൂന്യതയും. എന്തുകൊണ്ടാണ് അന്ധകാരം? പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നുണ്ട് ഈ അപ്പസ്തോലന്മാർ രാത്രിയിൽ യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെല്ലാവരും
അവർ മീൻപിടുത്തത്തിലേക്ക് മടങ്ങിപ്പോകുന്നത്. തിബേരിയാസ് കടൽ തീരത്ത് മീൻപിടുത്തത്തിനായിട്ട് മടങ്ങിപ്പോകുന്നത്. അവർ പോകുന്നത് രാത്രിയിലാണ്. എന്തുകൊണ്ടാണ് രാത്രിയിൽ അവർ പോകുന്നത്? കാരണം അവരുടെ ജീവിതത്തിൽ ചില അന്ധകാരത്തിൻ്റെ വഴികളിലേക്കാണ് വീണ്ടും വീണിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്രയും കാലം, ചുരുക്കി പറഞ്ഞാൽ 3 വർഷത്തോളം ആയി ഒരുപാട് സന്തോഷത്തിൻ്റെയും ഒരുപാട് സ്നേഹത്തിൻ്റെയും ഒരുപാട് അനുഭവങ്ങളുടെയും ഒക്കെ വഴിയിലൂടെ കടന്നുപോയവരവർ. യേശുവിൻ്റെ കൂടെ നടന്ന് ഈശോ ചെയ്ത അത്ഭുതങ്ങൾ കാണുകയും ഈശോയുടെ കൂടെ ആയിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട്. അതിനു മുമ്പ് നമ്മൾക്ക് അവരുടെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ഓരോ ശിഷ്യന്മാരെയും അപ്പസ്തോലന്മാരെയും വിളിച്ച അവസ്ഥ ഒന്ന് കടന്നുപോയാൽ മതി. പത്രോസിനെ യേശു വിളിക്കുന്നത് കടൽ തീരത്തു നിന്നാണ്. അതുപോലെ തന്നെ യാക്കോബിനെയും യോഹന്നാനെയും വല നന്നാക്കിക്കൊണ്ടിരിക്കുന്നിടത്തുനിന്ന്. മത്തായി ശ്ലീഹായെ വിളിക്കുന്നത് ചുങ്കസ്ഥലത്തുനിന്ന്. അങ്ങനെ അവരുടെ വിളിയൊക്കെ തികച്ചും ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിറഞ്ഞ അവളുടെ ജീവിത മാർഗത്തിൽ നിന്നുള്ള വിളിയാണ്. ഇന്ന് ആ 3 വർഷക്കാലം പെട്ടെന്ന് കടന്നുപോയി. അവസാനം അവർ ആരെ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ടോ ആ ആൾ നഷ്ടപ്പെട്ടു. അവർക്ക് നഷ്ടപ്പെട്ടു കുരിശ് മരണം വഴി. അതിനുശേഷം ബുദ്ധിതനായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. അവരോട് കാത്തിരിക്കാൻ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ അവർ ജീവിക്കുന്നത് അന്ധകാരത്തിലാണ്. മറ്റൊരു അന്ധകാരാവസ്ഥ എന്ന് പറയുന്നത്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവരെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ഈശോയുടെ ശിഷ്യന്മാർ, യേശുവിനെ മാത്രമല്ല യേശുവിനോടൊപ്പം നടന്നവരെയും കണ്ടുപിടിച്ച് അവരെ നശിപ്പിച്ച് കളയാൻ വേണ്ടി യഹൂദന്മാർ പദ്ധതി ഇട്ടിരുന്നു, തീരുമാനമെടുത്തിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. പുറത്തൊക്കെ അന്ധകാരമാണ്, ഇറങ്ങുന്നതൊക്കെ അന്ധകാരത്തിലേക്ക്. അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ അവർ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഭക്ഷണം തേടാനായിട്ടും അതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ള സമയം മുഴുവൻ അവർ അടച്ചിട്ട മുറിയിൽ, സിഹിയോൻ മാളികയിൽ, മർക്കോസിൻ്റെ മാളികയിൽ, മർക്കോസിൻ്റെ ഭവനത്തിൽ അവർ താമസിച്ചു. കുറേ പേരൊക്കെ അങ്ങനെ മർക്കോസിൻ്റെ ഭവനത്തിൽ താമസിച്ചു എന്ന് നമ്മളെ വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ അന്ധകാരത്തിൻ്റെ അവസ്ഥയാണ്. അതെന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന അതേ അന്ധകാരത്തിൻ്റെ അവസ്ഥ. 2 ശൂന്യത എന്ന് പറയുന്നത് എന്താണ്? ശൂന്യത പ്രിയപ്പെട്ടവരെ, ലോകം ചുരുങ്ങിയ കാലം കൊണ്ട് 3 വർഷക്കാലം കൊണ്ട് യൂദയായാലും സമറിയായാലും ഗലീലയിലും അതുപോലെ തന്നെ ജെറുസലേമിലും അങ്ങനെ ആ ഒരു പ്രദേശം മുഴുവൻ നിറഞ്ഞു നിന്ന ഒരു വ്യക്തി, യേശു എന്ന വ്യക്തി. ആ വ്യക്തിയുടെ കൂടെ നടക്കുമ്പോൾ ഒരുപാട് അഭിമാനിക്കാനും ഒരുപാട് ആനന്ദിക്കാനും ഒരുപാട് അഹങ്കരിക്കാനും ഒക്കെ അവർക്ക് സാധിച്ചിരുന്നു. അങ്ങനെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയുടെ കൂടെ നടന്ന വ്യക്തികൾ എന്ന നിലയിൽ. പക്ഷേ ഇപ്പോൾ ആ യേശുവിനെ അവർക്ക് നഷ്ടമായിരിക്കുന്നു. അവനെ കാണുന്നില്ല, ആ യേശുവിനെ കാണാനില്ല. ശരിക്കും അവനെ ക്രൂശിൽ തറച്ച് കൊന്നിരിക്കുന്നു. അതിനുശേഷം അവൻ ഉദ്ധാനം ചെയ്തു. പക്ഷേ പഴയതുപോലെ ആ സാന്നിധ്യം, സാമീപ്യം അനുഭവിച്ചറിയാൻ പറ്റുന്നില്ല. കൂടെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, കടൽ തീരത്ത് യേശു അപ്പസ്തോലന്മാരെ വഞ്ചിയിൽ കയറ്റി മറുകരയിലേക്ക് പോകാൻ പറഞ്ഞ് പോകുമ്പോൾ ഈശോ പ്രാർത്ഥിക്കാൻ കടന്നു പോകുന്നു. കടലിൻ്റെ നടുവിൽ വെച്ച് അല്ലെങ്കിൽ ഗലീലി തടാകത്തിൻ്റെ നടുവിൽ വെച്ച് വീണ്ടും ഈശോ അവരുടെ മുമ്പിലേക്ക് കൃത്യസമയത്ത് കടന്നു വരുന്നു. അങ്ങനെ യേശുവിൻ്റെ സാമീപ്യം അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു സാമീപ്യം ആഗ്രഹിക്കുമ്പോഴൊക്കെ അനുഭവിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഈശോയെ അവർക്ക് തൊടാൻ പറ്റുന്നില്ല, യേശുവിനെ കൂടെ നടക്കാൻ പറ്റും. അങ്ങനെ മൊത്തത്തിലൊരു ശൂന്യത അനുഭവപ്പെട്ട അവസ്ഥയിലാണ് അപ്പസ്തോലന്മാർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭാഗം വചനം കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശൂന്യതയും അന്ധകാരവും നിറഞ്ഞു നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയമാണ്. ശൂന്യതയും അന്ധകാരവും എന്താണ്? യേശുവിൻ്റെ സാന്നിധ്യമില്ലാത്ത അവസ്ഥയുടെ പേരാണ് ശൂന്യത. യേശുവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയുടെ പേരാണ് അന്ധകാരം. ആ ശൂന്യതയും അന്ധകാരവും നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും നിറഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത് പെന്തക്കോസ്തായ്ക്ക് വേണ്ടിയാണ്. കാരണം അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 21-ാമത്തെ വചനം, എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. വീണ്ടും വചനം പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 23-ാമത്തെ വചനം, യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ, യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തി, യേശുവിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന വ്യക്തി, യേശുവിൻ്റെ പ്രവർത്തനം ആഗ്രഹിക്കുന്ന വ്യക്തി, യേശു അന്ധകാരം മാറ്റണമെന്നും യേശു ശൂന്യത മാറ്റണമെന്നും ആഗ്രഹിക്കുന്ന വ്യക്തി യേശുവിനെ സ്നേഹിക്കണം,
യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തി യേശുവിൻ്റെ വചനം പാലിക്കണം. യേശുവിൻ്റെ വചനം പാലിക്കുന്ന വ്യക്തി, ആ വ്യക്തിയുടെ ഉള്ളിൽ യേശു വന്ന് വസിക്കും. അവൻ്റെ അന്ധകാരം നീങ്ങിപ്പോകും. ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു കടന്നു വരുമ്പോൾ അവൻ്റെ ഉള്ളിലെ അന്ധകാരം മാറിപ്പോകും. അവൻ്റെ കുടുംബത്തിലെ അന്ധകാരം മാറിപ്പോകും. അവൻ്റെ ഉള്ളിലെ ശൂന്യത മാറിപ്പോകും. അവൻ്റെ ഉള്ളിലെ അന്ധകാരം മാറിപ്പോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പസ്തോലന്മാർ ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം 50 ദിവസം കാത്തിരുന്നു. 40ാമത്തെ ദിവസം മർക്കോസിൻ്റെ സുവിശേഷം 16ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒലിവ് മലയിൽ നിന്നും യേശു അവരിൽ നിന്നും പൂർണ്ണമായി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അപ്പോഴും കർത്താവ് പറയുന്നത് കാത്തിരിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യേശുവിനെ സ്നേഹിച്ച് യേശുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് യേശുവിനോട് ചേർന്ന് ഇരിക്കുന്നവർക്ക് വേണ്ടിയുള്ള വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവം കൂടെയുള്ള അവസ്ഥ, ദൈവ സാന്നിധ്യം കൂടെയുള്ള അവസ്ഥ, അഭിഷേകമുള്ള അവസ്ഥ. പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് പെന്തക്കോസ്ത. ആരൊക്കെ വചനം പാലിച്ച്, ആരൊക്കെ വചനത്തിൽ വിശ്വസിച്ച്, ആരൊക്കെ യേശുവിനെ സ്നേഹിച്ച് കാത്തിരിക്കുന്നോ അവർക്കൊരു പെന്തക്കോസ്ത ഉണ്ടാവും. എന്തായി പെന്തക്കോസ്ത? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ 2-ാമത്തെ വചനം, ജലത്തിന് മീതെ ചലിച്ചു നിൽക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യം എന്ന് പറഞ്ഞാൽ ശൂന്യതയുടെ മുകളിലും അന്ധകാരത്തിൻ്റെ മുകളിലും പ്രതീക്ഷയായിട്ട് ചലിച്ചു നിൽക്കുന്ന ചലനമുള്ള ദൈവത്തിൻ്റെ ചൈതന്യം. അതിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. ദൈവം തൻ്റെ പൂർണ്ണതയിൽ നമ്മുടെ കൂടെ വസിക്കുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില വ്യക്തികൾ പ്രാർത്ഥിച്ച് ഒത്തിരിയേറെ ധ്യാനങ്ങളിലും പ്രാർത്ഥനകളിലുമൊക്കെ സംബന്ധിച്ച് പാപമൊക്കെ ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തികൾ, ആ വിശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തികളുടെ കൂടെ ദൈവ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അവർ പോകുന്ന വഴികളിൽ അഭിഷേകമുണ്ട്, അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അഭിഷേകമുണ്ട്, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ പോലും അവർക്ക് ശക്തമായിട്ട് സാന്നിധ്യം അറിയിക്കുവാനും വിജയിക്കുവാനും സാധിക്കും. കാരണം അഭിഷേകമുണ്ട്. എന്താ അഭിഷേകം എന്ന് പറയുന്നത്? ഈ ദൈവത്തിൻ്റെ പരമചൈതന്യം, അതായത് പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന അവസ്ഥയാണ് അഭിഷേകം. പ്രിയപ്പെട്ടവരെ, നല്ലൊരു കുടുംബജീവിതം നയിക്കണമെങ്കിൽ അഭിഷേകം ഉണ്ടാകണം. നല്ലൊരു ജോലിക്കാരനാകണമെങ്കിൽ അഭിഷേകം ഉണ്ടാകണം. നല്ല ഒരു അപ്പനും അമ്മയാകണമെങ്കിൽ അഭിഷേകം ഉണ്ടാകണം. ആ അഭിഷേകത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. പ്രിയപ്പെട്ടവരെ, ഈ അപ്പസ്തോലന്മാർ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഈ ചൈതന്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഈശോ അവരോട് പറയുന്നത്, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്, ജെറുസലേം വിട്ട് പോകരുത്. ജെറുസലേമാണ് സ്ഥലം എന്ന് പറഞ്ഞാൽ ദേവാലയത്തിൻ്റെ സമീപം ആയിരിക്കുക. ദേവാലയത്തിനുള്ളിലിരിക്കാൻ അവർക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ദേവാലയത്തിന് ഒട്ടകലയല്ലാത്ത മർക്കോസിൻ്റെ മാളിക അവർ തിരഞ്ഞെടുക്കുന്നത്. അവിടെ ഇരുന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിക്കുന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരിലേക്കാണ് ദൈവത്തിൻ്റെ ചൈതന്യം കടന്നു വരുന്നത്. എങ്ങനെയാണ് ചൈതന്യം കടന്നു വന്നത്? നിർജീവമായിരിക്കുന്ന, മുന്നോട്ട് പോകാൻ ത്രാണിയില്ലാത്ത, ധൈര്യമില്ലാത്ത, സംശയമനസ്കൃതമായ, അതുപോലെ തന്നെ എന്തിനും ഏതിനും പ്രതികരിക്കുന്ന സ്വഭാവങ്ങളുള്ള, അങ്ങനെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ സ്വഭാവ വിശേഷതകളോടും കൂടിയ കുറേ ആളുകളിലേക്കാണ് ഈ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. അന്നു മുതൽ അവരുടെ ജീവിത രീതി മാറി. ധൈര്യമില്ലാത്ത വ്യക്തി ചാടി ഇറങ്ങി ജെറുസലേമിൻ്റെ തെരുവുകളിൽ നിന്ന് വചനം പ്രഘോഷിക്കുന്നു. ആദ്യത്തെ പ്രസംഗത്തിൽ 3000 പേര് അവരോടുകൂടെ ചേർന്നു എന്ന് പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഇന്ന് വരെ ഇല്ലാത്ത ഒരു വലിയ അഭിഷേകം, ഇന്ന് വരെ ഇല്ലാത്ത ഒരു വലിയ കൃപ ഒരു വ്യക്തിയിൽ നിറയുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നു. ഇതൊക്കെ സാധ്യമാണോ എന്ന് ഒരു പക്ഷേ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, അപ്പസ്തോലന്മാരെ എടുത്ത് നോക്കുക, വിശുദ്ധരെ എടുത്ത് നോക്കുക. അവരൊന്നും വലിയ വലിയ കഴിവുകളോട് ജനിച്ചവരൊന്നുമല്ല, വലിയ ടാലൻറ്റോടുകൂടി ജനിച്ചു വീണവരൊന്നുമല്ല. ഒരുപാട് കഴിവുകളുമായിട്ട് ജനിച്ചു വീഴുന്നവരുണ്ട്. ഒത്തിരിയേറെ കഴിവുകൾ, ജന്മനാ ഉള്ള സിദ്ധികളും കഴിവുകളുമുള്ളവർ. അങ്ങനെ ജന്മനാ ഉള്ള സിദ്ധിയോ കഴിവുകളോ ഉള്ളവരല്ല ഈ അപ്പസ്തോലന്മാരും വിശുദ്ധരുമൊന്നും. പ്രിയപ്പെട്ടവരെ, അവരൊക്കെ ജീവിതത്തിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞവരാണ്. അങ്ങനെ നിറയാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ഈ പെന്തക്കോസ്ത നമ്മൾ ആഘോഷിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും നിർജ്ജീവമായ അവസ്ഥയിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നതെങ്കിൽ ചലിപ്പിക്കുന്ന ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി ആത്മാർത്ഥമായി ദാഹത്തോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുക. ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ ഈശോ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ദൈവാത്മാവിനെ സ്വീകരിക്കാനായിട്ട് സാധിക്കുക. ദൈവാത്മാവിനെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആഗ്രഹത്തോടെ ചോദിക്കണം, ദൈവത്തിൻ്റെ മുമ്പിൽ ചോദിക്കണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണം. ഇന്ന് പലരും ആഗ്രഹിക്കുന്നത് അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ്. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നവരുണ്ട്. ദൈവം നൽകുന്ന അനുഗ്രഹമാണ് ജോലി,
ദൈവം നൽകുന്ന അനുഗ്രഹമാണ് സൗഖ്യം, ദൈവം നൽകുന്ന അനുഗ്രഹമാണ് സമ്പത്ത്, ദൈവം നൽകുന്ന അനുഗ്രഹമാണ് മക്കള്, ദൈവം നൽകുന്ന അനുഗ്രഹമാണ് വീട്, ദൈവം നൽകുന്ന അനുഗ്രഹമാണ് കഴിവുകൾ, ദൈവം നൽകുന്ന അനുഗ്രഹമാണ് പഠിക്കാനുള്ള കഴിവ്, ഒക്കെ ദൈവം നൽകുന്നതാണ്. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നവരെ കാണാറുണ്ട് ഒത്തിരിയേറെ പേര്. പക്ഷേ ദൈവത്തിന് വേണ്ടി ഓടി നടക്കുന്നവർ, എനിക്ക് ദൈവത്തെ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടണം എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നവർ വളരെ കുറവാണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി ആഗ്രഹിക്കണം. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അല്ല ഞാനും നിങ്ങൾ ഓടി നടക്കേണ്ടത്, പിന്നെയോ ദൈവത്തെ കിട്ടാൻ വേണ്ടി. അതാണ് ഈശോ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കും, ഞാനും എൻ്റെ പിതാവും നിങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കും, ദൈവത്തിൻ്റെ ആത്മാവും നിങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കും. ആ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വസിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഞാനും നിങ്ങളും ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കേണ്ട കാര്യമില്ല. എൻ്റെ കൂടെ ദൈവമുണ്ട്, എൻ്റെ കൂടെ ദൈവ സാന്നിധ്യമുണ്ട്. ഒരിക്കലും പരാജയപ്പെടാത്ത, മരണത്തിന് പോലും പരാജയപ്പെടുത്താൻ പറ്റാത്ത ക്രിസ്തു എൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന് എന്നെ തകർക്കാൻ പറ്റില്ല, ഒരു വ്യക്തികൾക്കും എന്നെ തകർക്കാൻ പറ്റില്ല, പിശാചിന് എന്നെ തകർക്കാൻ പറ്റില്ല, മരണത്തിന് പോലും എന്നെ തകർക്കാൻ പറ്റില്ല. ആ ഒരു വിശ്വാസവും ബോധ്യമുള്ള ഒരു വ്യക്തിയും എൻ്റെ പ്രിയപ്പെട്ടവരെ ഭൗതിക ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഓടി നടക്കില്ല, പകരം പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ കാത്തിരിക്കും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അപ്പസ്തോലന്മാർ 50 ദിവസം കാത്തിരിക്കുന്നത് ഈശോ നൽകിയ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി. അതിന് ആഗ്രഹത്തോടെ ചോദിക്കണം. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വചനം ഇപ്രകാരം പഠിപ്പിക്കും: മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ചോദിക്കുന്നവർക്ക് അധികമായിട്ട് നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, സമ്പത്ത് ചോദിച്ചാൽ അധികമായിട്ട് നൽകുമെന്ന് ദൈവം പറയുന്നില്ല. സൗഭാഗ്യങ്ങൾ ചോദിച്ചാൽ അധികമായി നൽകുമെന്ന് പറയുന്നില്ല. നിനക്ക് ആവശ്യമായത് തരും. സൗഖ്യം ചോദിച്ചാൽ നിനക്ക് ആവശ്യമായത് തരും. പക്ഷേ ഈ ഒരു കാര്യം അധികമായിട്ട് നൽകുമെന്ന് ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ ചോദിച്ചാൽ അധികമായി നൽകും, പരിശുദ്ധാത്മാവിനെ അധികമായിട്ട് നൽകും, ഒപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും അധികമായി നൽകും. അതുകൊണ്ടാണ് ഈശോ ഒരിക്കൽ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതൊക്കെ കൂട്ടിച്ചേർക്കപ്പെടുമെന്ന്. ദൈവത്തിന് വേണ്ടി അന്വേഷിക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി അന്വേഷിക്കുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുക, ബാക്കിയുള്ളതൊക്കെ കൂട്ടിച്ചേർത്ത് ദൈവം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കുക, ദാഹത്തോടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവമേ, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ഭയപ്പെടുന്നത്? പിന്നെ എന്തിനു ഞാൻ ഈ ലോകത്തെ ഭയപ്പെടണം? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത് മറ്റൊന്നിനും വേണ്ടിയല്ല. ഭൗതികമായ കാര്യങ്ങൾ മാറ്റിവെക്ക്, ഭൗതികമായ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെക്ക്. എനിക്ക് ദൈവത്തെ വേണം, നൽകാൻ കഴിവുള്ള ദൈവം, എനിക്കെല്ലാ അനുഗ്രഹങ്ങളും നൽകാൻ കഴിവുള്ള തമ്പുരാൻ എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കണം, എൻ്റെ ഈശോ എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കണം, എൻ്റെ പിതാവായ ദൈവം എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമായി ദൈവം എൻ്റെ കൂടെ ഉണ്ടാകണം. അതിനുവേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പെന്തക്കോസ്തായിൽ കടന്നു വന്ന അതേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വന്ന് നിറഞ്ഞ് പുതിയ വ്യക്തികളാക്കി നമ്മളെ മാറ്റട്ടെ. അതിനായി സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവർക്കും പെന്തക്കോസ്താ ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിലേറ്റ സ്നേഹിക്കപ്പെടുന്നവരെ, ഈശോ ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. തൻ്റെ പ്രിയപ്പെട്ട ആ ശിഷ്യന്മാർ
അവർ മറ്റാരുടെയും സഹായം കിട്ടാതെ വേദനകളിലൂടെയും ഒറ്റപ്പെടലിലൂടെയും ഒക്കെ കടന്നു പോകണമെന്ന് ഈശോ തിരിച്ചറിയുന്നുണ്ട്. ആ കടന്നു പോകുമ്പോൾ അവർക്ക് സഹായമായിട്ട് വരേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ്, ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. പെന്തക്കോസ്താ ദിവസം അപ്പസ്തോലന്മാർ, ഈശോയുടെ ശിഷ്യന്മാർ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നുമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവാണ്. മനുഷ്യരായ കൂട്ടുകെട്ടുകളും മനുഷ്യരായ ബന്ധങ്ങളും മനുഷ്യരായിട്ടുള്ള സഹവാസങ്ങളുമൊക്കെ ഈ ഭൂമിയിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാവുന്നതാണ്. എന്ന് നമ്മുടെ കൂടെ ആയിരിക്കുവാൻ നമുക്ക് നൽകിയിരിക്കുന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ്. എല്ലാ കാര്യങ്ങളിലും നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്. പെന്തക്കോസ്താ ദിനത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവെ എന്നെ സ്വന്തമാക്കി മാറ്റണമേ, വിശുദ്ധിയിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കേണ്ടവർക്ക് വേണ്ട യോഗ്യത നമ്മൾ എന്താണെന്ന് കണ്ടതാണ്. ദൈവത്തെ സ്നേഹിക്കുകയും ഈശോയെ സ്നേഹിക്കുകയും ഈശോയുടെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിലാണ് ദൈവാത്മാവിൻ്റെ സഹായമുണ്ടാവുക. അവൾ പോകുന്ന വഴികളിൽ അവന് കൂട്ടായി ദൈവ സഹായമുണ്ടാകും, ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകും. നമ്മൾ പോകുന്ന വഴികളിൽ ദൈവ സാന്നിധ്യം കിട്ടുവാൻ നമ്മൾ പാപങ്ങളെ വെറുത്തുപേക്ഷിക്കണം, നമ്മുടെ വഴികൾ ഉപേക്ഷിക്കണം, നമ്മുടെ വഴികളെ മറക്കണം, യേശുവിനെ സ്നേഹിക്കണം, മറ്റൊന്നിനെ സ്നേഹിക്കാതെ യേശുവിനെ സ്നേഹിക്കണം, ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ തീരുമാനമെടുക്കണം. ഒരു ഹൃദയത്തോടെ, ഒരു മനസ്സോടെ ഒരു നിമിഷം നമുക്ക് തീരുമാനമെടുക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് വസിക്കുവാൻ, നമ്മളിപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കടന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പാപങ്ങളെ ഉപേക്ഷിച്ച് ഒരു നിമിഷം എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, പാപത്തിൻ്റെ വഴികൾ, തിന്മയുടെ വഴികൾ, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവാത്മാവിൻ്റെ ശക്തി പ്രകടമാകുവാൻ തക്കവിധത്തിൽ പ്രകടമാകുവാൻ പറ്റാത്ത വിധത്തിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ പാപബന്ധനങ്ങളെ അഴിച്ചു മാറ്റണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കണ്ണുകളടച്ച ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സിഹിയോൻ മാളികയിൽ പരിശുദ്ധ അമ്മയും അപ്പസ്തോലന്മാരും ഒരുമിച്ച് ചേർന്നിട്ട് പ്രാർത്ഥിക്കുന്ന സമയം അവരായിരിക്കുന്ന ആ സ്ഥലത്തേക്ക് തീനാവുകളുടെ രൂപത്തിൽ കടന്നു വന്ന അതേ ആത്മാവിൻ്റെ ശക്തി ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കട്ടെ. ഒപ്പം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ചില മേഖലകളിൽ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വിഷമതകളിലൂടെ കടന്നു പോകുന്ന, നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തകർച്ചയിലേക്ക് വീണു പോകുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വേദനകളിലേക്ക് കടന്നു പോകുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിലേക്ക് ഒരു നിമിഷം പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, കടന്നു വരണമേ, എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ഇടപെടണമേ, എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ഇടപെടണമേ, എൻ്റെ ജീവിതത്തെ നവീകരിക്കണമേ, പുതിയ വ്യക്തിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഈ മക്കളെ വിശുദ്ധീകരിക്കണമേ, പുതിയ പെന്തക്കോസ്ത ഈ മക്കൾക്ക് നൽകണമേ. കർത്താവേ, അപ്പസ്തോലന്മാർ മാറിയതുപോലെ ഈ മക്കളുടെയും ജീവിതം മാറട്ടെ, ഇവരുടെ കുടുംബം മാറട്ടെ. കർത്താവേ, ഒരുപാട് ബന്ധനങ്ങളിൽപ്പെട്ട് കിടക്കുന്ന മക്കൾ, ഒരുപാട് തകർച്ചയിൽപ്പെട്ട് കിടക്കുന്ന മക്കൾ, ഒരുപാട് പാപത്തിൻ്റെ ദുശീലങ്ങളിൽപ്പെട്ട് കിടക്കുന്ന മക്കൾ, അവരെയൊക്കെ വിമോചിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ, കടന്നു വരണമേ, നവീകരിക്കണമേ, ഈ മക്കളെ നവീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ, ഇവരുടെ കുടുംബത്തിൽ സമാധാനം നൽകണമേ, സന്തോഷം നൽകണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവ ഈ മക്കൾക്ക് നൽകണമേ. ഈശോയെ, ഒത്തിരിയേറെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം എന്നീ ദൈവിക ദാനങ്ങളാൽ ആ മക്കളെ നിറയ്ക്കണമേ. അങ്ങയുടെ എല്ലാ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും ഈ മക്കളുടെ ഉള്ളിൽ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വന്ന് വസിക്കണമേ. പരിശുദ്ധാത്മാവേ, ഈ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ ഈ മക്കളുടെ ജീവിതത്തെ നവീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയുവാൻ വരണേ.